നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ചരിത്രപരമായ തീരുമാനം എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് വി ഡി സതീശൻ അവറുകളുടെ അല്ലെങ്കിൽ നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയുടെ പുതിയ തീരുമാനം നമ്മൾ കഴിഞ്ഞ ദിവസം വലിയ കാര്യമായി ചർച്ച ചെയ്തിരുന്നു. അതായത് അകമ്പടി വാഹനങ്ങൾ ഒഴിവാക്കുക. കാര്യം മുൻപുണ്ടായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ 10-40 വാഹനങ്ങളുടെ അകമ്പടി സേവിച്ചുകൊണ്ടായിരുന്നു പലപ്പോഴും യാത്ര ചെയ്യുന്നത്. ക്ലിഫ് ഹൗസിൽ നിന്നും നിയമസഭയിലേക്കും അതോടൊപ്പം സെക്രട്ടേറിയറ്റിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഇത്രയും 40 വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നവരെ കാത്തു നിൽക്കേണ്ടി വരുന്ന ഗതികേട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അപ്പം അതിനെ വ്യംഗ്യമായി സൂചിപ്പിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നത്. കാര്യം എൻ്റെ യാത്ര കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വലിയ കോൺവോയ് പോലെ ഈ വാഹനങ്ങൾ ഇത്രയും ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന പരിപാടിയൊക്കെ നിർത്തലാക്കുകയാണ്. എനിക്ക് സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല, ഒരു എസ്കോർട്ട് വാഹനം മാത്രം മതി എന്നുള്ള നിലയിലാണ് വി ഡി സതീശൻ്റെ പുതിയൊരു ഭരണ പരിഷ്കാരം എന്നുള്ള നിലയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് കേട്ടപാടെ എല്ലാവരും കയറി തുള്ളി. കാര്യം വി ഡി സതീശനെ പോലെ ഒരു നേതാവ് കണ്ടില്ലേ, ജനകീയനായ നേതാവ്, ആ ജനകീയത കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എടുത്ത തീരുമാനം എത്ര മനോഹരമായ തീരുമാനമാണ്. ജൻസി കുട്ടികളൊക്കെ ഇത് ആവേശപൂർവ്വം ഏറ്റെടുക്കുകയാണ്. ജൻസി കുട്ടികൾക്കെല്ലാം ഭയങ്കരമായ താല്പര്യമുണ്ടായി. കാര്യം ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഇതുവരെ മന്ത്രിമാർക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സമയം മെനക്കെടുത്തി വഴിയിൽ കാത്തു കിടക്കുന്നൊരവസ്ഥ. അതൊക്കെ വി ഡി സതീശൻ വരുന്നതോടുകൂടി ഒഴിവായി കിട്ടുമല്ലോ എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഇപ്പം തന്നെ ജനങ്ങളുടെ മനസ്സിലുണ്ടായി. ഇതിനെ ചരിത്രപരമായ തീരുമാനം, ഏത് ജനങ്ങളുടെ ഇണങ്ങി നിൽക്കുന്ന ജനകീയ തീരുമാനം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഈ പറയുന്ന വി ഡി സതീശനായിരുന്നോ ഇങ്ങനെ ആദ്യമായി എസ്കോർട്ട് വേണ്ട, തനിക്ക് ആവശ്യത്തിനുള്ള സുരക്ഷ മാത്രം മതി എന്ന് പറയുന്നത്? എന്നാൽ നമ്മൾ ആലോചിക്കുക, നിയമപരമായി ഇങ്ങനെ അതായത് ഇപ്പോൾ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശന് കൊടുക്കേണ്ട സുരക്ഷയുടെ കാറ്റഗറി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇസഡ് ആണോ ഇസഡ്+ ആണോ എന്നുള്ളൊരു കാറ്റഗറി തീരുമാനമാകണം. അപ്പം ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു ഇസഡ്+ കാറ്റഗറിയിലാണ് ഒരു 5-6 വാഹനങ്ങൾ എന്തായിരുന്നാലും ഇതിന് അകമ്പടി സേവിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഏകദേശം അതായത് ഇത് ബ്ലൂ ബുക്ക് എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് ഇത് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇസഡ് ആൻഡ് ഇസഡ്+ കാറ്റഗറിയിൽ സുരക്ഷ ഏർപ്പെടുത്തേണ്ട സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട്. അല്ലാതെ വെറുതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ എണീറ്റിട്ട് ഇന്ന് എൻ്റെ കൂടെ 50 വണ്ടി വരണം എന്ന് പറയുകയല്ല. പിന്നെ ഈ 40 വണ്ടി 50 വണ്ടി എന്നൊക്കെ പറയുന്ന കണക്ക് ഒരു വെറുതെയുള്ള ഒരു നുണപ്രചരണം മാത്രമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അതൊരിക്കൽ പോലും അങ്ങനെ പിണറായി വിജയൻ അല്ല അത് തീരുമാനിക്കുന്നത്, എനിക്ക് എത്ര വാഹനം വേണം എന്നുള്ളത്. അതായത് എപ്പോഴും അവർക്ക് കൊടുക്കുന്ന സുരക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുകളുടെ കൂടെ അടിസ്ഥാനത്തിൽ പരിഗണിച്ചുകൊണ്ടാണ് ഈ പറയുന്ന അവിടുത്തെ പോലീസ് മേലുദ്യോഗസ്ഥരാണ് മുഖ്യമന്ത്രിക്ക് എത്രത്തോളം സെക്യൂരിറ്റി കൊടുക്കണം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതും ചർച്ച ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും. അല്ല നേരം വെളുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ എണീറ്റിരുന്ന് പോലീസുകാരെ വിളിച്ചിട്ട് പറയുന്നതല്ല. അപ്പോൾ അത് നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഇത് ഈ കാറ്റഗറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ഏത് മുഖ്യമന്ത്രി ആയിരുന്നാലും, പിണറായി വിജയനല്ല, ഇനിയിപ്പം വരാൻ പോകുന്ന വി ഡി സതീശനല്ല, ഇനി മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടാകുകയാണെങ്കിൽ ആ രാജീവ് ചന്ദ്രശേഖർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അപ്പം ഇവർക്ക് ആർക്കും ഈ പറയുന്ന തരത്തിലുള്ള ഒരു ഇത് മുഖ്യമന്ത്രിമാർ തീരുമാനിക്കുന്നതല്ല എന്നുള്ളതാണ് വസ്തുതാപരമായ ഒരു കാര്യം. അപ്പം ഇവിടെ നമ്മൾ നോക്കിയാൽ ഏകദേശം ഒരു 5-6 വാഹനങ്ങൾ വേണ്ടി വരും. പിന്നെ അതോടൊപ്പം തന്നെ 55 ഇവർക്കുണ്ടാകുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒക്കെ പരിഗണിച്ചുകൊണ്ട് ആംബുലൻസ് വരെ ഏർപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇത് തുടക്കമിട്ടത് സത്യത്തിൽ EMS നമ്പൂതിരിപ്പാടാണ്. ഈ രീതിയിലുള്ള അകമ്പടിയൊന്നും വേണ്ട എന്നുള്ളൊരു തീരുമാനം തുടക്കത്തിൽ എടുക്കുന്ന ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ. അപ്പോൾ EMSന് ശേഷം പിന്നീട് EK നായനാർ മുഖ്യമന്ത്രിയായ കാലഘട്ടത്തിലും അദ്ദേഹവും പറഞ്ഞു, അതായത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിൽ ഒരാൾ തന്നെയാണ് എന്നും സാധാരണക്കാർക്കിടയിലായിരിക്കണം തങ്ങളുടെ പ്രവർത്തനം എന്നുള്ള കാര്യങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞത് EK നായനാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ ആ EK നായനാർക്കും അതോടൊപ്പം തന്നെ ഈ എസ്കോർട്ട് വാഹനങ്ങളുടെ എണ്ണം കുറവായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ്? ജനകീയരായി മാറാൻ അതാണ് പ്രധാനപ്പെട്ട പോംവഴി. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നീട് ഉമ്മൻചാണ്ടി അധികാരത്തിൽ കയറുന്ന സമയത്തും നമുക്കറിയാം, ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി അടക്കം നടത്തുമ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലും ഉമ്മൻചാണ്ടിയും ഇതുപോലെയുള്ള ഒരു തീരുമാനം, അതായത് ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കേണ്ടവർ എന്തിനാണ് ആവശ്യമില്ല ഇത്രയും കോൺവോയ് അടക്കമുള്ള ഇത്രയും വാഹന വ്യൂഹവുമായി സഞ്ചരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ധാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉമ്മൻചാണ്ടിക്കും ഉണ്ടായിരുന്നു. അദ്ദേഹവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനങ്ങൾ എടുത്തിരുന്നു. 2016 മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരമേൽക്കുന്ന കാലഘട്ടത്തിലും അദ്ദേഹവും ഇതുപോലെ ഒരു തീരുമാനം എടുത്തിരുന്നു എന്നുള്ളതാണ്. അതായത് അനാവശ്യമായ വാഹന വ്യൂഹത്തിൻ്റെ കാര്യമില്ല, അതോടൊപ്പം എസ്കോർട്ട് വാഹനം മാത്രം മതി എന്ന് പറയുന്ന ഒരു തീരുമാനം പിണറായി വിജയനും മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്ന സമയത്ത് എടുത്തിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വി ഡി സതീശൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ചരിത്രപരമായ തീരുമാനമെന്നോ ചരിത്രപരമായ കാര്യമെന്നോ ഒക്കെ വാഴ്ത്തിപ്പാടാൻ പറ്റിയ കാര്യമല്ല.
ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ വി ഡി സതീശൻ കണ്ടപ്പോൾ അതെന്തോ വലിയ സംഭവമാണ്, കണ്ടില്ലേ അതല്ലേ യഥാർത്ഥ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു. എന്നാൽ അങ്ങനെയൊന്നുമല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ അധികാരമേൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടിരുന്നു. ആരെ? ഉമ്മൻചാണ്ടിയെ, മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ പോയി കണ്ടിരുന്നു. അന്ന് മാധ്യമപ്രവർത്തകർ പിണറായി വിജയനോട് ചോദിച്ചു, ഉപദേശങ്ങളൊക്കെ വല്ലതും തന്നോ, ഉപദേശങ്ങളൊക്കെ ചോദിച്ചിരുന്നോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകരോട് പിണറായി വിജയൻ പറയും, തീർച്ചയായിട്ടും ഉപദേശങ്ങൾ തന്നാൽ ഞാൻ സ്വീകരിക്കും. അപ്പോൾ അങ്ങനെ ഉപദേശങ്ങൾ ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, നിങ്ങൾക്കും ചില ഉപദേശങ്ങൾ എനിക്ക് തരാനുണ്ട് എന്ന് മാധ്യമപ്രവർത്തകരോട് പുഞ്ചിരിയോടുകൂടി പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ സഖാവ്, അതായത് പിന്നെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ കൂടി അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഈ പറയുന്ന മുൻ മുഖ്യമന്ത്രിമാരെ പോയി കാണുന്ന ആദ്യത്തെ നിയുക്ത മുഖ്യമന്ത്രിയൊന്നും അല്ല ഈ പറയുന്ന വി ഡി സതീശൻ എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഈ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഈ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ പിന്നെ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഈ രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി ഉണ്ടായത്? എന്നാലും അധികം വാഹനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ പറയുന്ന 40 വാഹനം എന്നൊക്കെ പറയുന്ന വെറുതെ പെരുപ്പിച്ച് കാട്ടലാണ് എന്നുള്ളത് വാസ്തവമാണ്. ഇവിടെ പിണറായി വിജയൻ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു RSS നേതാവ് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വില പ്രഖ്യാപിച്ചു. അതായത് അദ്ദേഹത്തിൻ്റെ തല വെട്ടിയെടുത്ത് കൊടുക്കുന്നവർക്ക് ഇനാം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം അതൊരു വധഭീഷണിയായി തന്നെ നിലനിൽക്കുന്നു. വെട്ടുവോ കുത്തുവോ കൊല്ലുവോ അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അങ്ങനെ ഒരു വധഭീഷണി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻ്റലിജൻസ് ആ കാര്യം കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും അതിനനുസരിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് പിന്നെ സുരക്ഷാ ഭീഷണിയുണ്ട് എന്ന തരത്തിലായിരിക്കും ആ റിപ്പോർട്ട് വരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ ഭീഷണിയുണ്ട് എന്ന് വരുന്ന സമയത്ത് ആ പറയുന്ന ഒരു സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്യും, അതായത് സുരക്ഷ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാവും. നമുക്കറിയാം ഇത്രയും സുരക്ഷ ഉണ്ടായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹത്തിനെ വിമാനത്തിൽ വെച്ച് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് മറ്റൊരു കേസ് കൂടി വരുന്നു. അപ്പം വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിക്കാനും അദ്ദേഹത്തിനെ വധഭീഷണി അല്ലെങ്കിൽ വധശ്രമം നടത്തുകയും ചെയ്തു എന്നായിരുന്നു അന്ന് വന്ന വാർത്തകൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് വിമാനത്തിൽ വെച്ചൊരു അക്രമം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അക്രമം ഉണ്ടായി എന്നുള്ളത് പരിഗണിച്ചുകൊണ്ടും മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് സാഹചര്യം ഒരുക്കി. എന്നാൽ അത് മാത്രമാണോ? അദ്ദേഹം പോകുന്ന വഴികളിലെല്ലാം തടഞ്ഞു നിർത്തിക്കൊണ്ട് ഓരോരുത്തരും ഈ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് കളിയാക്കിയല്ലോ. അപ്പോൾ അതിൻ്റെ വാസ്തവം എന്താണെന്നുള്ള കാര്യം നമുക്കറിയില്ലേ. ഒരു അമിത വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിന് മുന്നിലേക്ക് കുറേ അധികം ആളുകൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആൾക്കാർ കയ്യിൽ കരിങ്കൊടിയുമായിട്ട് വാഹനത്തിന് നേരെ കുതിച്ചു കയറുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടാം. അപ്പോൾ അവിടെയും സുരക്ഷാ പ്രശ്നങ്ങളുണ്ടാകും, വാഹനം പിന്നെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം MC റോഡിൽ വെച്ച് ഒരു അപകടം മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനുണ്ടായി. മുഖ്യമന്ത്രിയുടെ വാഹനം പോകുന്ന പോക്കിൽ ഒരു പെട്ടെന്ന് തന്നെ ഒരു സ്കൂട്ടർ വശമല്ലാത്ത രീതിയിൽ ട്രാക്ക് മാറിയ സമയത്ത് മുന്നിൽ പോയ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. ആ ബ്രേക്ക് ചെയ്യേണ്ടി വന്ന സാഹചര്യത്തിൽ പിന്നാലെ എത്തി എല്ലാ വാഹനങ്ങളും കൂട്ടിയിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് റോഡ് ഒഴിവാക്കിയിട്ടിട്ട് അല്ലെങ്കിൽ റോഡിൽ അധികം ട്രാഫിക്കുകളില്ലാതെ വാഹനം കടത്തിവിടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആംബുലൻസ് വരെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പം സുരക്ഷയുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ സെക്യൂരിറ്റി ഈ രീതിയിൽ വർദ്ധിപ്പിച്ചിരുന്നു, വാഹന വ്യൂഹത്തിൻ്റെ എണ്ണം കൂട്ടിയിരുന്നു. നമ്മൾ ഇടയ്ക്ക് വാർത്തകൾ കണ്ടിട്ടില്ലേ, കോഴിക്കോട് വെച്ച് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് സിഗ്നൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ടതിന് ശേഷം അവിടെ ഒരു ആംബുലൻസിനെ പോലും പിടിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിന് സുരക്ഷാ ഭീഷണി ഉണ്ടായത് എപ്പോഴാണ്? അദ്ദേഹത്തിന് കല്ലേറുണ്ടായ സമയത്താണ് ഉമ്മൻചാണ്ടിക്ക് ഒരു സുരക്ഷാ ഭീഷണി വരികയും അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെയും സെക്യൂരിറ്റിയുടെ എണ്ണം കൂട്ടുകയും ചെയ്തു. അപ്പം എല്ലാ കാലത്തും ഈ പറയുന്ന പോലെ സുരക്ഷാ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടുണ്ടാകുന്ന വധഭീഷണി, വധശ്രമം, അതോടൊപ്പം ഇത്തരം സമരപരിപാടികൾ, കല്ലേറ്, അങ്ങനെ തുടങ്ങി നിരവധി കാരണങ്ങൾ കൊണ്ടുകൂടി ഈ മുഖ്യമന്ത്രിമാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അത് Z+ ആണോ എന്നുള്ളതൊന്നും അറിയില്ല. ഇനിയിപ്പം ഈ പറയുന്ന വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ്റെ സുരക്ഷ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിന് നൽകേണ്ട Z കാറ്റഗറി ആണോ Z+ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരിക. പിന്നീട് അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ, അതായത് അക്രമ സംഭവങ്ങൾ അരങ്ങേറുക, അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തിന് നേരെ കല്ലേറുണ്ടാകുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആക്രമിക്കാൻ ശ്രമിക്കുക തുടങ്ങി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഒരു സ്വൈര്യ വിഹാരത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുകയും, കാര്യം സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയാണ്, ജനാധിപത്യപരമായി കേരളത്തിൻ്റെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെയും അതോടൊപ്പം
ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ ഇതാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ മറ്റു മാധ്യമങ്ങളോ അല്ലെങ്കിൽ ചില അസൂയാലുക്കളോ UDF ഒക്കെ പ്രചരിപ്പിക്കുന്ന പോലെ മുഖ്യമന്ത്രി ഒരു കാലഘട്ടത്തിലും ഒരു ഘട്ടത്തിൽ പോലും 41-50 വാഹനങ്ങളുമായി നിരത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതെല്ലാം സുരക്ഷയുടെ ഭാഗമായിരുന്നു എന്നുള്ള കാര്യം വസ്തുതയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.